ഹായ്, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. നല്ലൊരു കാലാവസ്ഥ, ഉറക്കം വരുന്നൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഞാനുള്ളത് വീട്ടിൻ്റെ ടെറസിലാണ് കേട്ടോ. ഇവിടെ ചെറിയ മുളക് കൃഷിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ കുറച്ച് നീളം മുളക് കേട്ടോ. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തൈയായിരുന്നു. ഇത് നമ്മുടെ ഉണ്ടമുളകാണ്, കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണ്ടമുളക്. ഇത് നമ്മുടെ അങ്ങാടി മുളകാണ് കേട്ടോ. കണ്ടോ, സാധാ അങ്ങാടി മുളക്. അതിൻ്റെ തന്നെ വേറൊരു തൈയാണിത്. ഇത് നമ്മുടെ നാടൻ മുളക്, വീടുകളിലുണ്ടാവുന്ന നാടൻ മുളക്, ഒരു നീണ്ട ടൈപ്പാണ് ഇത്. ഇത് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, ഉരുണ്ട മുളകാണ്. ഇതിൻ്റെ പ്രത്യേകത കണ്ടാൽ രണ്ടും ചേഞ്ച് പറഞ്ഞാൽ ഇത് താഴോട്ടാണ്, ഇത് മുകളിലോട്ടാണ് ഉണ്ടാവുക. കുറച്ച് തടിയുള്ള മുളകാണ്. പിന്നെ ഇവിടെ ഒരു വൈദിനങ്ങ ഉണ്ട്. ഇത് നമ്മൾ ചാണകം വളം ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മുളച്ചാണ്. ഇവിടെ കുറച്ച് മധുരക്കിഴങ്ങിൻ്റെ ഒരു തൈയുണ്ട്. അതേപോലെ അവിടെ കാണുന്ന ഒരു വെള്ളരിയാണ്. കുറച്ച് വെണ്ട, തക്കാളിയൊക്കെ ചെയ്തിരുന്നു. തക്കാളിയൊക്കെ നല്ലപോലെ വന്നിരുന്നതാണ്. അപ്പം മഴ വന്നപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മുളക് കൃഷിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇത് കണ്ടോ, ഈ ഒരു മുളകും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഏകദേശം രണ്ടും ഒരേ പ്രായത്തിൽ കുഴിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ വെട്ടിക്കൊടുത്തു. കണ്ടോ, കറുത്തൊരു കുത്ത് കാണുന്നുണ്ടാവും. ഇത് കണ്ടോ, ഇവിടെ വെട്ടിക്കൊടുത്താട്ടോ, വെട്ടി ഒഴിവാക്കിയതാണ്. ഇതേപോലെ ആയ സ്ഥിതിക്ക് അപ്പം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ മുളകുണ്ടായി വരും. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ശോഷിച്ചു പോയി എന്നൊക്കെ തോന്നുമ്പോൾ ഇതിനൊന്ന് ചെറുങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി. ഉണ്ടോ, ഇത് ഞാൻ വെട്ടിക്കൊടുത്തതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആഴ്ച മുന്നേ വെട്ടിക്കൊടുത്തതാണ് ഈ കാണുന്നുണ്ടോ. ഇത് വെട്ടിക്കൊടുത്തതിന് ശേഷം നല്ലപോലെ വരും. ഈ മുളകുകളെല്ലാം ഞാൻ വെട്ടിക്കൊടുത്തതാണ്, നാടൻ മുളകായാലും അങ്ങാടി മുളകായാലും ഒക്കെ. അപ്പം നമുക്കിതിൻ്റെ കുറച്ച് മുളകുകൾ വിളവെടുക്കാനായിട്ടുണ്ട്, അതെടുക്കാം. ഇത് കാണാനുണ്ടോ, ചെറിയൊരു തൈയാണ് കേട്ടോ. പക്ഷേ കണ്ടോ, ഇതിനകത്ത് നമുക്കൊരു 10-25 മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, നമ്മൾ ഉണ്ടമുളകിൻ്റെ തൈ കാണിച്ചില്ല, അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയ മുളകാണ്. ഇതും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ഒരു 10-25 മുളക് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധാ അങ്ങാടി മുളകാണേ. ഇത് കണ്ടോ, രണ്ടും ഒരേ ജാതിയിൽപ്പെട്ട മുളകുകൾ തന്നെ കേട്ടോ. പക്ഷേ ഇത് വെട്ടിക്കൊടുത്ത് നമ്മൾ എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത തൈയാണ്. ഇത് വെട്ടി കൊടുക്കാത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ വെള്ളരി നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ